നമസ്കാരം. E20 ജനതാ പാർട്ടി ഇപ്പോൾ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു ക്യാമ്പയിനിങ് ആണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം കോക്കോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി, വെറും പാർട്ടി എന്ന് പറയാൻ പാടില്ല, അതിന് ഒരു കൂട്ടായ്മ, വെറും രണ്ട് മാസത്തെ മാത്രം പ്രായമുള്ള ഈ കൂട്ടായ്മക്ക് ഇതേവരെ ഇളകാത്ത BJPയെ പിടിച്ചു കുലിക്കാൻ പറ്റി എന്നുള്ളതും അവരുടെ ഒരു മന്ത്രിയെ രാജിയിലോട്ട് എത്തിക്കാൻ വരെ പറ്റി എന്നുള്ളതും വലിയ തരത്തിലുള്ള ഒരു സംഭവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷമായ BJPക്കോ പ്രതിപക്ഷമായ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രമുഖ പാർട്ടികളായ SP അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ പല പാർട്ടികൾ കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CPM അടക്കമുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇന്നേ വരെ BJPയെ ഒന്ന് വിറപ്പിക്കാനോ അല്ലെങ്കിൽ BJPയെ കൊണ്ട് U-turn എടുപ്പിക്കാനോ പറ്റിയിട്ടില്ല. BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് U-turn എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2019 കർഷക സമരവുമായി ബന്ധപ്പെട്ട് BJP വല്ലാണ്ട് പിടിച്ചു കുലുക്കിയ ഒരു നിവൃത്തിയും ഇല്ലാണ്ട് ഏറ്റവും അവസാനം മോദി കീഴടങ്ങിയത് ഈ പറഞ്ഞ പോലെ പഞ്ചാബിലെ കർഷകർക്ക് മുമ്പിലാണ്. അതിനുശേഷം 2026 എത്തുമ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിക്ക് വലിയ തരത്തിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് 99 സീറ്റൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും പ്രതിപക്ഷ നേതാവ് അടക്കം ഉണ്ടായി. കഴിഞ്ഞ ഒരു 10 വർഷത്തോളം കാലമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. 2024 ആദ്യമായിട്ടൊരു പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടുന്നത്. കാരണം അത്രയും ദയനീയമായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ പാർലമെന്റിൽ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അതെല്ലാം കിട്ടി. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത് കോക്കോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാഭ്യാസ സമരവും വിദ്യാഭ്യാസത്തിന്റെ കാര്യമായി മുമ്പോട്ട് വന്ന ഈ ചോദ്യപേപ്പർ ചോർച്ചയും നീറ്റിലെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന കാര്യങ്ങളെല്ലാം BJP ഏറ്റവും അവസാനം അംഗീകരിക്കുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരും അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. BJP ഏറ്റവും ഒറ്റപ്പെട്ടു പോകുന്നു. ഏറ്റവും അവസാനം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലോട്ട് ആ സാധനം എത്തിക്കുന്നു. ഇപ്പം അതിന് തൊട്ട് പിന്നാലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സക്സസ്ഫുൾ ആയതിന് തൊട്ട് പിന്നാലെ തന്നെ പുതിയ പാർട്ടി E20 ജനതാ പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഏകദേശം 482K ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട്. 482K എന്ന് പറയുമ്പോൾ ഏകദേശം 4,80,000 അടുത്ത് ഫോളോവേഴ്സ് ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കത് 5 ലക്ഷം എന്ന് പറഞ്ഞ് ചുരുക്കി പറയാം. അതായത് 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇപ്പോൾ തന്നെ വെറും 2.5 ദിവസം കൊണ്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർ പ്രധാനപ്പെട്ട മുൻപോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് 100% ശുദ്ധമായ പെട്രോൾ, ഒറിജിനൽ സാധനം കിട്ടാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് എന്നുള്ളതും അതിൽ ഈ പറഞ്ഞ പോലെ എഥനോൾ കലക്കി തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ തന്നെ ഇത് എഞ്ചിനെ ബാധിക്കുന്നു എന്നുള്ളത് ഇന്ന് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. വാഹനം ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഉടമകൾ നമുക്കറിയാം, ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ പെട്രോൾ ഡീസൽ വാഹനങ്ങളാണ് കൂടുതലുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പെട്രോൾ ഡീസൽ വാഹനങ്ങളാണ്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള എഥനോൾ കൂട്ടിച്ചേർക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട്ട് വരുന്നു. ആദ്യകാലത്ത് ഉണ്ടാക്കിയ എഞ്ചിനുകളൊന്നും എഥനോൾ സ്വീകരിക്കാൻ പറ്റിയ രീതിയിലല്ല മാനുഫാക്ചറിങ് ചെയ്തത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എഥനോൾ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ 20% മാത്രമാണ് എഥനോൾ ചേർക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ എഥനോൾ ഈ വണ്ടിയുടെ എഞ്ചിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഭാവിയിൽ ഇത് പൂർണ്ണമായും വണ്ടി കേടുവരുന്ന തരത്തിലോട്ട് പോകും എന്നുള്ളതും ഇത്തരത്തിലൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളായിട്ട് വാഹന ഉടമകൾ മുമ്പോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കാര്യങ്ങളെ നീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളാണ് മുമ്പോട്ട് വന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാർ വിദ്യാർത്ഥികൾക്ക് കൂടെ മുതിർന്നവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരും. ഇത് നിതിൻ ഗഡ്കരിയുടെ രാജിയിലോട്ട് വരെ പോകുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കി കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഈ കൂട്ടായ്മക്ക് വലിയ തരത്തിലുള്ള ശ്രദ്ധ കിട്ടുന്നുണ്ട്. മാത്രമല്ല, E20 പെട്രോൾ വാഹനങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അസസ്മെന്റ് ഇന്നേ വരെ നമ്മൾ സംസാരിക്കുന്ന ഇതുവരെ സെൻട്രൽ ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്നുള്ളത്. അത് നടത്താണ്ടെയാണ് E20ക്ക് അംഗീകാരം കൊടുത്തത് എന്നുള്ളത് പാർലമെന്റിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് കാര്യങ്ങളെ വീണ്ടും കൊണ്ടുപോകും എന്നുള്ളതെല്ലാമാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പ്രതിപക്ഷം ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഹൈബിയുടെ നേതൃത്വത്തിൽ ഇത് നിയമസഭയിൽ ചോദ്യങ്ങളായി ഉന്നയിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങും. അതിനുള്ള മുന്നൊരുക്കത്തിന് വേണ്ടി പ്രതിപക്ഷം കടക്കുന്നു. ഹൈബിയുടെ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിന് പിന്തുണയുമായി കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രമുഖ പാർട്ടികളും ആം ആദ്മി അടക്കം, ആം ആദ്മി ഇപ്പോൾ ഡൽഹിയിൽ അത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. ഡൽഹിയിലെ പല സ്ഥലങ്ങളിൽ ആം ആദ്മിയുടെ ക്യാമ്പയിനിങ് നടക്കുന്നു. ആം ആദ്മിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് തന്നെ ഫുള്ള് ഇപ്പം E20 എഥനോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ വരുന്നത് ഓഗസ്റ്റ് 4 ഇതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. E20 നയത്തിനെതിരെ ഡൽഹിയിലെ ടാക്സി അതുപോലെ ടൂറിസ്റ്റ് വാഹന അസോസിയേഷനുകളെല്ലാം ഒരുമിച്ചുകൊണ്ട് ഓഗസ്റ്റ് 4 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വെച്ച് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ ഇവരെല്ലാവരും നീങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനൊരു രാഷ്ട്രീയപരമായ ഇടപെടലുകളും നമുക്കറിയാം. ഈ വിഷയം സഭയിൽ കൃത്യമായിട്ട് കോൺഗ്രസും ഉന്നയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഈ നീറ്റിന്റെ വിഷയം ബന്ധപ്പെട്ട് തുടക്കത്തിലൊന്നും ആരും ഇത് ഏറ്റെടുത്തിരുന്നില്ല. അതിന്റെ പുറകിൽ RSS പോലെയുള്ള 2013 ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ അന്നാ ഹസാരുടെ മൂവ്മെന്റിന് കൃത്യമായിട്ട് ഉപയോഗിച്ചത് RSSഉം BJP എല്ലാമായിരുന്നു. അപ്പം ഇതിന് പിന്നിലും ഇത്തരത്തിലുള്ള ശക്തികളാണെന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഏറ്റവും അവസാനം ഈ സമരം അവസാനിക്കുന്നതിന് തൊട്ട് 3 ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധി വരെ സമരത്തിന് ഐക്യദാർഢ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പോകുന്നതും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്യുന്നതെല്ലാം. അപ്പം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി നടക്കും. നിയമസഭയ്ക്കുള്ളിൽ പാർട്ടി നേതാക്കന്മാരും നിയമസഭയ്ക്ക് പുറത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ക്യാമ്പയിനിങ് നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടന്നിരിക്കെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരുന്നത് മറ്റാർക്കുമല്ല, നിതിൻ ഗഡ്കരിക്കാണ്. അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണമല്ല, അദ്ദേഹമാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കരിമ്പ് കൃഷികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിലായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിനിങ്ങിനെതിരെ അദ്ദേഹം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുമ്പിലെത്തിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഇങ്ങനെ കോടതി എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല. പക്ഷെ ഇത് ഒരു രാജ്യം ഓൾറെഡി BJP കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് നിതിൻ ഗഡ്കരി ആകുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരിയുടെ കാര്യം വരുമ്പോൾ തന്നെ അത് BJPക്കുള്ളിൽ മറ്റു തര പിളർപ്പുകളിലോട്ടും പോകുന്നുണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ RSSന്റെ നേതാവായിരുന്നു, BJPയേക്കാൾ കൂടുതൽ RSSന്റെ നേതാവായിരുന്നു. ഈ നിതിൻ ഗഡ്കരിയും ഇതേപോലെ തന്നെയാണ്, BJPയേക്കാൾ കൂടുതൽ അദ്ദേഹം RSSന്റെ നേതാവാണ്. ഒരുപക്ഷെ അമിത്ഷാക്കും മോദിക്കും വലിയ തരത്തിൽ ഇഷ്ടപ്പെടാത്ത നേതാവ് കൂടിയാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ട് നിതിൻ ഗഡ്കരിക്കെതിരെ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകരുടെ പറയുന്നത് പ്രകാരം വലിയ തരത്തിലുള്ള സപ്പോർട്ട് നിതിൻ ഗഡ്കരിക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ല. ഒരു രാജ്യം സംഭവിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നിതിൻ ഗഡ്കരിയിലൂടെ ഈ സാധനം തിരിഞ്ഞാൽ BJPയും മോദിയും അത് കണ്ണടക്കും എന്നുള്ള തരത്തിലെല്ലാം പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാരണം ഓൾറെഡി വലിയൊരു 35ഓളം ദിവസം നീണ്ടു നിന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തന്നെയാണ്. അതിനുശേഷം യുവാക്കളുടെ ആ വിജയത്തിന് ശേഷം ഇപ്പം E20 ജനതാ പാർട്ടിയും രംഗത്തോട്ട് വരുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയും E20 ജനതാ പാർട്ടിയും പരസ്പരം കൈകോർക്കുമോ എന്നുള്ള വലിയ ചോദ്യം ചിഹ്നം കൊടുക്കുന്നത്. ഇൻ കേസ് പരസ്പരം കൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതെന്തായാലും വിജയത്തിലോട്ട് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റാണ് തുടക്കത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. അന്നത് BJP വലിയ തരത്തിലുള്ള ചെവിട് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. പിന്നീട് ആ ശ്രദ്ധയില്ലായ്മ BJPയുടെ ഒരു മെമ്പറിനെ പുറത്തോട്ട് പോകുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും E20 ജനതാ പാർട്ടിയുടെ വരവോടുകൂടി BJP കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും. ഏതൊക്കെ തരത്തിൽ ഇതിനെ നേരിടാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആയ സ്ഥിതിക്ക് ഇതിനെ ഇനി ബാൻ ചെയ്യാനോ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിക്കാനോ ഉള്ള നടപടിയിലോട്ട് BJP ഇപ്പോൾ തന്നെ കിടക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ മൂവ്മെന്റ്, ആ ഒരു ജനപിന്തുണ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ E20 ജനതാ പാർട്ടിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇത് ഏതൊക്കെ തരത്തിലായിരിക്കും ഇത്തരത്തിലുള്ള മൂവ്മെന്റ് എന്നുള്ളതും BJP വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പോലെ നിതിൻ ഗഡ്കരിയുടെ രാജിയിലേക്കും ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുമോ എന്നുള്ളതും.